യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. വിനയ, സുഖം തന്നെയല്ലേ? അല്ല, സത്യം എന്താ ഈ ഏരിയയിൽ? ഇവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതോ? ഫ്രണ്ടോ? ഈ നാട്ടിലോ? അതാരാ? ഫ്രണ്ട് എന്ന് പറഞ്ഞ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട സൗഹൃദ. പേര് റോങ് നമ്പർ ആണോ? അല്ല, ഓഫീസിൽ നിന്നാ. ഞാൻ പോട്ടെ വിനയ, അത്യാവശ്യമുണ്ട്. ഓഫീസിൽ ഇത്രയും തിരക്കുള്ളപ്പോ ഇത്രയും ദൂരം വന്ന് ഫ്രണ്ടിനെ കാണണമെങ്കിൽ എന്തോ ഒരു സീരിയസ് മാറ്റർ ആയിരിക്കണമല്ലോ. അതെ, അത്യാവശ്യമായിട്ട് കാണേണ്ട കാര്യമായിരുന്നു. എന്നിട്ട് കണ്ടോ? കണ്ടു. കാര്യം നടന്നു? അത് പറയാറായിട്ടില്ല. മിക്കവാറും നടക്കും. പോട്ടെ വിനയ. സത്യ, എന്റെ വീട് തൊട്ടടുത്താ. ഇവിടെ വരെ വന്നല്ലേ, ഒന്ന് വീട്ടിൽ കയറിയിട്ട് പോവാ. അയ്യോ, ഇപ്പൊ ടൈമില്ല. ഞാൻ പിന്നൊരു ദിവസം വരാം വിനയ. അപ്പൊ ഇനി കൂടെ കൂടെ ഇങ്ങോട്ട് പ്രതീക്ഷിക്കാം അല്ലേ? അങ്ങനെയല്ല, ഇതുപോലെ എന്തെങ്കിലും നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ വീട്ടിൽ വരാന്നാ പറഞ്ഞത്. എന്നാ ശരി. ചിരു, ചിരു. എന്താ ചിരു ഇതൊക്കെ? എന്നോട് ദേഷ്യാണെന്ന് കരുതി വീട്ടിൽ വരുന്നവരോട് അത് കാണിക്കാവോ? ആദിത്യ മര്യാദ എന്നൊന്നില്ലേ? മനസ്സിലായില്ല. ഞാൻ എന്ത് വിചാരിക്കുമെന്ന് കരുതിയാവും വീട്ടിൽ വന്നയാളെ ഒരു കോഫി പോലും കൊടുക്കാതെ നീ പറഞ്ഞു വിട്ടതെന്ന് എനിക്കറിയാം. അതൊന്നും ശരിയല്ല ചിരു. ബാക്കിയുള്ളവരുടെ മുമ്പിൽ കൂടി നീ എന്നെ താഴ്ത്തിക്കെട്ടിയതായിട്ടാ ഇതൊക്കെ കാണുമ്പോ എനിക്ക് തോന്നുന്നത്. എനിക്ക് നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ഞാനേ സത്യനെ വഴിയിൽ വെച്ച് കണ്ടു. പണ്ട് എനിക്ക് സത്യന്റെ കാര്യത്തിൽ ആവശ്യമില്ലാത്ത സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞില്ല ചിരു. നീ ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കുവാണോ? പക്ഷെ ഈ സത്യം വളരെ ക്ലിയർ ആണ് കേട്ടോ. തിരക്കിട്ട് പോകുമ്പോഴും എന്നെ കണ്ട് വണ്ടി നിർത്തി വീട്ടിൽ വന്ന കാര്യമൊക്കെ പറഞ്ഞു. റോഡിലായതുകൊണ്ട് കൂടുതൽ സംസാരിക്കാനായില്ല. സത്യം എന്തിനാ വന്നേ? അവന്റെ വീട്ടിൽ വല്ല വിശേഷമുണ്ടോ? ചേടാ, ഇതെന്താ നോക്കി പഠിപ്പിച്ചു പോന്നോ? എന്തിനാ ചീരു പറയാൻ ഇത്ര മടിക്കുന്നേ? നീ പറയുന്നു കരുതിയല്ലേ സത്യനോട് ഞാൻ കൂടുതലൊന്നും ചോദിക്കാറുന്നത്. നിങ്ങൾക്കേ വല്ല കുഴപ്പമുണ്ടോ? സംശയരോഗത്തിന് പുതിയ രൂപവും ഭാവവും ഒക്കെ കൊടുത്ത് മനുഷ്യനെ വെറുതെ ഉപദ്രവിക്കാനുള്ള പുറപ്പാടിലാണോ നിങ്ങൾ? ഉപദ്രവിക്കാനോ? എടി, എനിക്ക് സംശയമാണെങ്കിൽ ഞാനിങ്ങനെ ഓപ്പൺ ആയിട്ട് ചോദിക്കുമായിരുന്നോ? എന്താ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിച്ചേ? ഇവിടെ വരാത്ത ഒരാൾ വന്നു എന്ന് സങ്കല്പിച്ച ചോദ്യങ്ങൾ ചോദിക്കുന്നതേ പഴയ രോഗം കൂടുന്നതിന്റെ ലക്ഷണം. അപ്പോ സത്യൻ മിണ്ടരുത്. സത്യേട്ടന്റെ പേരും പറഞ്ഞേ കൊറേ നിങ്ങൾ എന്നെ കരയിപ്പിച്ചതാ. ഇനി അതൊന്നും ഇവിടെ ഏക്കില്ല. കഥ ഉണ്ടാക്കുമ്പോഴേ കുറച്ചുകൂടെ കെട്ടുറപ്പിലെ കഥ ഉണ്ടാക്കണം. നീ എന്താ ചൂടാവുന്നത്? ഞാൻ കഥ ഉണ്ടാക്കിയൊന്നുമല്ല. ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോ സത്യൻ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് തന്നെയാ നിങ്ങളുടെ കുഴപ്പം. പരിചയമുള്ള ഒരാളെ കണ്ടാലേ എവിടെയാ പോയെന്ന് ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാതെ മനസ്സിൽ മറ്റു പലതും കണക്ക് കൂട്ടി ബാക്കിയുള്ളവരെ വിചാരണ ചെയ്യല്ല വേണ്ടത്. അത് പിന്നെ സത്യനോട് വന്നതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല.
പക്ഷെ എനിക്ക് പ്രശ്നമുണ്ട്. ഞാനിപ്പോ എന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയ മുന്നോട്ട് പോകുന്നത്. എന്റെ ഭർത്താവിന്റെ സമനില തെറ്റാനുള്ള ഒരു സാഹചര്യവും ഞാനായിട്ടുണ്ടാക്കില്ല. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത കഥയുണ്ടാക്കി എന്റെ നേരെ വന്ന പഴയ പോലെ ഞാൻ സഹിച്ചെന്ന് വരില്ല. പോടുന്നു. ഒത്തില്ല. സത്യനെപ്പോ എത്തുന്നറിയാമോ മോളെ? ഇല്ലെങ്കിൽ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടുന്ന് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിന് എന്തോ ആണ് പോയിരിക്കുന്നത്. അല്ല, ഇത് എത്രയും പെട്ടെന്ന് സത്യനെ ഏൽപ്പിച്ചിട്ട് എനിക്ക് തിരിച്ചു പോകണമായിരുന്നു. അല്ലെങ്കിൽ വിനയൻ എന്തെങ്കിലും സംശയം ഉണ്ടാവും. അങ്കിള് ടെൻഷൻ ആവണ്ട, സത്യൻ സാർ ഉടനെ തന്നെ എത്തും. സത്യ, അങ്കിള് സർട്ടിഫിക്കറ്റോട്ട് ഇങ്ങോട്ട് വന്നു അല്ലേ? ഞാൻ വീട്ടിൽ പോയിട്ട് വരികയായിരുന്നു. ആണോ? ചിലങ്കമോളുടെ ഫോൺ കംപ്ലൈന്റ് ആയി, അതാ വിളിച്ച് കാര്യം പറയാഞ്ഞത്. ഇന്ന് തന്നെ ഇത് ഏൽപ്പിക്കേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. അതാ ഞാൻ രണ്ടും കൽപ്പിച്ച് വീട്ടിലേക്ക് വന്നത്. മോന്റെ നല്ല മനസ്സ് എനിക്ക് മനസ്സിലാവും. പക്ഷേ വിനയൻ... എനിക്കറിയാം അങ്കിൾ, വിനയനെ തിരുത്താൻ ആർക്കും ആവും തോന്നുന്നില്ല. അതെ, അതിന്റെ വിഷമത്തിലാ ഞാനും. ആ പാവം പെങ്കുച്ചിന്റെ കണ്ണീര് കണ്ട് മടുത്തു. അപ്പോ ഇങ്ങനൊരു അവസരം മോമുഖേന ഉണ്ടായല്ലോ. ഒരു ജോലി ചിലങ്കയ്ക്ക് അത്യാവശ്യമാ. അതുകൊണ്ടുകൂടിയാ ഞാൻ... അതെ, സത്യനറിയാലോ, ചില കാര്യങ്ങൾ ഞാൻ നിസ്സഹായനാ. എന്റെ മകനെ പറഞ്ഞു മനസ്സിലാക്കാനോ തിരുത്താനോ എനിക്ക് സാധിക്കില്ല. ചീരുമോളുടെ കണ്ണീരും സങ്കടവും കണ്ട് മൗനം പാലിച്ചു നിൽക്കാൻ എനിക്ക് പലപ്പോഴും സാധിക്കാറുള്ളൂ. എനിക്കറിയാം അങ്കിൾ, അതിന് അങ്കിളിനെ ആരും പഴി പറയില്ല. വിനയന്റെ ഇത്തരം പീഡനങ്ങൾക്കിടയിലും അങ്കിളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രം ചിലങ്കി അവിടെ പിടിച്ചു നിൽക്കുന്നത്. ചീരുമോള് എന്റെ മകന് കിട്ടിയ പുണ്യമാണ് അവള്. പക്ഷേ കയ്യിലുള്ള മാണിക്യത്തിന്റെ വില എന്റെ മകൻ അറിയുന്നില്ലല്ലോ. അതാ എന്റെ സങ്കടം. അങ്കിള് വിഷമിക്കാതിരിക്കെ, എല്ലാം ശരിയാവും. അതെ, എല്ലാം ശരിയാവും. അതിന്റെ മുന്നോടിയായിട്ടാവും ഈ ജോലി ചിലങ്കമോൾക്ക് വാങ്ങിക്കൊടുക്കാൻ സത്യന് തോന്നിയത്. സത്യേട്ടൻ ചിലങ്കയ്ക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തെന്നോ? മോനറിയോ, ഈ ജോലി ശരിയാവും അറിഞ്ഞപ്പോ ചീരുവിന്റെ മുഖത്തുണ്ടായ സന്തോഷം, അതൊന്ന് കാണണമായിരുന്നു. ജീവിതത്തിൽ ഒരു പുതിയ പ്രതീക്ഷ കിട്ടിയ ഭാവമായിരുന്നു ആ പാവത്തിന്. ചിലങ്കമോള് എനിക്ക് മരുമോളല്ല, സ്വന്തം മകളാ. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അവൾക്ക് വേണ്ടി സത്യനോട് നന്ദി പറയാൻ ആഗ്രഹിക്കുക ഞാൻ. എന്തിനാ അങ്കിൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാനതിന് വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, അതുമാത്രമല്ലേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഞാനിവിടെ ജീവിതമില്ലാതെ പെരുവഴിയായി നിൽക്കുമ്പോ എനിക്കൊരു ജോലി ശരിയാക്കി തരാന്ന് വാക്ക് പറഞ്ഞിട്ട് അത് ഓർക്കാതെ മുൻ കാമുകിക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തല്ലേ?